ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു മട്ടൻ ബ്രൗൺ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. നമുക്ക് പൊറോട്ടയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഈ മട്ടൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. മട്ടൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ മട്ടനാണ്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചതാണിത്. ഇനി വേണ്ടത് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. ഇത് നമുക്ക് ചതച്ചെടുക്കാനുള്ളതാണ്. കറിക്കൊരു മസാലപ്പൊടി ഉണ്ടാക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. പട്ടയും കറിയുമ്പോൾ നമ്മുടെ വേറെ സ്പൈസസ് ഒന്നും ഈ കറിയിൽ ഉപയോഗിക്കുന്നില്ല. ഇനി വേണ്ടത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി. ഞാനിവിടെ കറിക്കായിട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കറിക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർക്കാവുന്നതാണ്. 3 ടൊമാറ്റോ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചതാണിത്. ഏകദേശം ഒരു 250 ഗ്രാം ടൊമാറ്റോ ഉണ്ടാവും. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പട്ടയും ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഒരു പ്ലേറ്റിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ പൊടിച്ചെടുത്ത മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി പൊടികളിലേക്ക് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് പൊടി ഒന്ന് കുതിർത്തി കുറച്ച് സമയം മാറ്റി വെക്കണം. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. കൂടുതൽ അരിഞ്ഞൊന്നും പോകരുത്. ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്താൽ മതി. ചതച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ആദ്യം കറിക്ക് ആവശ്യമായ സവാള നമുക്കൊന്ന് വറുത്ത് ബ്രൗൺ കളറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് പാകത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 വലിയ സവാളയാണ്. 1 കിലോ മട്ടന് നമുക്ക് 1/2 കിലോ സവാള വരെ ഉപയോഗിക്കാം. സവാള ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ കൈകൊണ്ടൊന്ന് വിടർത്തി ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. സവാള വഴറ്റുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സവാള നമുക്ക് പെട്ടെന്ന് ബ്രൗൺ കളറിൽ വഴറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ സവാള ഈ കാണുന്ന പോലെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് കോരി മാറ്റാം. പ്രത്യേകം ശ്രദ്ധിക്കണം, സവാള വറുക്കുന്ന സമയത്ത് കരിഞ്ഞൊന്നും പോകാതെ നോക്കണം. സവാള ഈ കാണുന്ന പോലെ ബ്രൗൺ കളറായിട്ട് വറുത്തെടുത്താൽ മാത്രമേ കറിക്ക് ബ്രൗൺ കളറും കിട്ടുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ച് ഇതുപോലെ തന്നെ വറുത്തെടുക്കണം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് പാകത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ആ സവാള വറുത്ത എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇവിടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നവരെ വഴറ്റി കൊടുക്കാം. തക്കാളി എല്ലാം നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മട്ടനും കൂടെ ചേർത്ത് കൊടുക്കാം. മട്ടൻ ചേർത്ത് കഴിഞ്ഞ് വീണ്ടും സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മസാലയെല്ലാം ഒന്ന് മട്ടനിൽ പിടിക്കുന്നവരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചൂടുവെള്ളം വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കണം. സവാള ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് വിടർത്തിയിട്ട് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്.
ഇനി സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുക്കർ മൂടി മട്ടൻ ഒന്ന് വേവിച്ചെടുക്കണം. കുക്കർ മൂടിയതിന് ശേഷം ഒരു 3 വിസിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ട്, മട്ടൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മട്ടൻ്റെ പാകം നോക്കി നിങ്ങൾ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് കുക്കറിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ല കൊതികൂർന്ന മണം വരുന്നുണ്ട്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നമുക്ക് മട്ടൻ പാകമായിട്ടുണ്ടോ എന്ന് നോക്കാം. മട്ടൻ നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം ഗ്രേവി നിങ്ങളുടെ പാകത്തിനനുസരിച്ച് തിക്കാക്കി എടുക്കാം. ഇപ്പോൾ കറി പാകത്തിന് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈര് ചേർക്കുന്ന സമയത്ത് ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയതുകൊണ്ടാണ് ആ ഭാഗം ഇവിടെ വരാതിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് അധികം പുളിയില്ലാത്ത തൈര് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി അവസാനം കറിയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. രുചികരമായ മട്ടൻ കറി റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസ്, ചപ്പാത്തി, പുട്ട്, ചോറ് ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള രുചികരമായ നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.